നമസ്കാരം. സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഭരണസിരാ കേന്ദ്രത്തിൽ വൻ IAS അഴിച്ചുപണി. ഒരേ സമയം 50ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതോടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന് ഇനി കൃത്യമായി UDF മുഖം കൈവരും. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്നവരെ പൂർണ്ണമായും മാറ്റിയാണ് പുതിയ ഭരണകൂടം തങ്ങളുടെ മുൻഗണനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലത്തീൻ സഭയുടെ കടുത്ത നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ തലപ്പത്ത് പുതിയ നിയമനം നടന്നിരിക്കുന്നത് എന്ന സൂചനകൾ പുറത്തുവരുമ്പോഴും തുറമുഖ വകുപ്പിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. തന്റെ രാഷ്ട്രീയ കരുത്ത് അദ്ദേഹം തെളിയിക്കുകയാണ്. തീരദേശ മേഖലയിലെ സമുദായങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖം MD-ആയി മാരിടൈം ബോർഡ് CEO-യായും ജെറോമിക് ജോർജിനെയാണ് UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ലത്തീൻ സഭയുടെ പിന്തുണ അത്യാവശ്യമാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഈ നീക്കം. എന്നാൽ സഭയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ പദ്ധതിയുടെ പൂർണ്ണമായ ഭരണപരമായ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നിലനിർത്താൻ VD സതീശൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്റെ വിശ്വസ്തനും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായ രത്തൻ U കേൽക്കർക്ക് തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗതം എന്നിവയുടെ അധിക ചുമതല നൽകി മുഖ്യമന്ത്രി വകുപ്പിൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം എല്ലാ മന്ത്രിമാരും ഇനി 8 മണി മുതൽ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവണം. വൈകിട്ട് 3 മുതൽ 5 വരെ പൊതുജനങ്ങളെയും കാണും. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ രത്തൻ കേൽക്കർ അറിയാതെ ഇനി കേരളത്തിലെ ഒരു തുറമുഖത്തും കപ്പലെടുക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ അഴിച്ചുപണിയിലൂടെ പുറത്തുവരുന്നത്. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള വലിയ ദൗത്യത്തിന് മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് അണിയറയിൽ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഏറ്റവും വിശ്വസ്തനായ സെക്രട്ടറിയെ തന്നെ തുറമുഖങ്ങളുടെ മേൽനോട്ടത്തിനായി അദ്ദേഹം നിയോഗിച്ചതും. നയപരമായ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ സാധിക്കും. തുറമുഖ വകുപ്പിന് പുറമെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച PRD വകുപ്പിലും കൃത്യമായൊരു ശുദ്ധികലശം പുതിയ സർക്കാർ നടത്തിയിട്ടുണ്ട്. PRD സ്പെഷ്യൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും TV സുഭാഷിനെ മാറ്റി കൃഷി വകുപ്പിലേക്ക് നിയമിച്ചു. പകരം PRD ഡയറക്ടറുടെ അധിക ചുമതല സബിൻ സമീദിനാണ് നൽകിയിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ PR പബ്ലിസിറ്റി രീതികളെ പൂർണ്ണമായും മാറ്റിമറിച്ച് പുതിയ സർക്കാരിന്റെ വികസന നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മാറ്റം. വയോജനക്ഷേമം ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളും മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനായ രത്തൻ കേൽക്കറുടെ കൈകളിൽ തന്നെയാണ് ഭദ്രമാക്കിയിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ നടത്തിപ്പിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ശ്രദ്ധ പതിയാൻ ഇത് സഹായിക്കും. ഇതിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ തന്റെ കൃത്യമായ മേൽനോട്ടവും ആധിപത്യവും ഉറപ്പിക്കാൻ VD സതീശന് പൂർണ്ണമായും സാധിക്കും. വരും ദിവസങ്ങളിൽ ഭരണപരമായ വേഗത കൂട്ടാൻ ഈ കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനം ഉപകരിക്കുമെന്നാണ് വിലയിരുത്തൽ. മുൻ സർക്കാരിന്റെ കാലത്ത് ദീർഘകാലം ഒരേ തസ്തികകളിൽ തുടരുകയും പാർട്ടി താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് UDF ആരോപിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം പ്രാധാന്യമില്ലാത്ത തസ്തികകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. KCB ചെയർമാനായും MD-യിലുമായി MG രാജമാണിക്യത്തെ നിയമിച്ചതാണ് മറ്റൊരു സുപ്രധാന മാറ്റം. KCB-യിലെ യൂണിയൻ ഭരണത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും തടയിടാൻ രാജമാണിക്യത്തിന്റെ കടുത്ത ഭരണശൈലി ഉപകരിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. ഊർജ്ജം, പരിസ്ഥിതി, ദേവസ്വം വകുപ്പുകളുടെ അധിക ചുമതലയും അദ്ദേഹത്തിനുണ്ട്. മന്ത്രിമാർ 8 മണിക്ക് ഓഫീസിലെത്തണം, ജനങ്ങളെ ഇനി അകറ്റില്ല എന്ന പുതിയ തീരുമാനവും ഫലത്തിൽ വലിയ പ്രയോജനമുണ്ടാകും. പൊതുജനത്തിന് ഏറ്റവും അടുത്തു തന്നെ മന്ത്രിമാരുണ്ടാവും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മുൻ പിണറായി സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നിരുന്നത് ജനങ്ങളോട് അടുപ്പമില്ലാത്ത സർക്കാർ സംവിധാനം എന്നുള്ളതായിരുന്നു. ഇത് മാറ്റാൻ VD സതീശൻ്റെ നയങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ.